Connected. Daradakal Karasiyatana Dibara Varshavati Al Kanadi. Rabala Balabauchani Nikatunani Dalasiyatana. Staradi Bandara Shagal Kamana Baturi Marachalasiyatana Dibandari. Darajagal Kamana Baturi Marachalasiyatana Dibara Varshavanadi. Hallelujah, hallelujah, hallelujah. Darajala Kadagara Kadabila Divara Dalasiyatana Dibatrashvanadi Bandhara Dibala Karmana Dibala Baushmanadi Kadagara Katuniantara Dibara Jana Siyatana Dibaturi Marachalasiyatana Andaraturi Marachalasiyatana Dibapraushmanadi Kadagara Katuniatara Dibandaram Saradibandaram Darajana Siyatana Dibara Vashadi Alkamana Baushmanadi Aragatani Andaradibara Janasiyatana Dipatraushvanadi Kadagadagaduliyandradibada കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തെങ്കിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിലേക്ക് ഇന്ന് പകരം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തത്താലും വചനത്താലും ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരേ ഉള്ളോ? ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? ഇല്ല പാസ്റ്റർ, അറിയത്തില്ല. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടോ? കേൾക്കാൻ പറ്റത്തില്ല. അറിയത്തില്ല പാസ്റ്റർ. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഒന്ന് വീഡിയോ ഓൺ ചെയ്യണക്കാവും. വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാം. വീഡിയോ സജീവമുള്ള ഡിവൈസും വീഡിയോ ഓൺ ചെയ്യാം. Low battery. Please charge. നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നത് വലിയ വിടുതലിനും അനുഗ്രഹത്തിനും മുഖാന്തരമാകണം. മെസ്സേജ് വലിയ വിടുതലിലേക്ക് കർത്താവ് കൈമാറണം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി വന്നു എല്ലാ കുറവുകളും ദൈവം ക്ഷമിക്കണം. കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കണം. കൃപയാൽ പൊതിയണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പല പ്രോഗ്രാമുകൾ മാറ്റിവെച്ചാണ് നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയത്. ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് മറ്റൊരിടത്തൊരു പോകേണ്ടതാണ്. മീറ്റിംഗ് ഏറ്റതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അവിടെ പോകുന്ന കാര്യം. പിന്നത്തെ ഇതിൽ പോകാൻ പറ്റിയില്ല. അങ്ങനെയുള്ളൊരു കാര്യാദികളിൽ ഞങ്ങളായിരിക്കുന്നെങ്കിലും ഇന്ന് രാത്രി നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. വചനം പറയുന്നത് പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവർ നടുവിൽ ഞാനുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുമ്പോൾ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യേ മഹത്വവാനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യമുണ്ടാകും. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ഇന്ന് പ്രിയപ്പെട്ട അച്ചാനെ, മാത്തിച്ചാനെ, എലിസബത്ത് അമ്മാമ, സജി എന്ന ഡിവൈസ്, പിന്നെ പ്രിയ എന്തിരെ സിസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്നോട് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഞാൻ അന്നേരത്തെ ടൈം ആയതുകൊണ്ട് ഞാനത് ഏറ്റില്ല. പിന്നത്തേതിൽ ഏറ്റു. അത് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ ഇടയായി തീരട്ടെ എന്നു ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിനും മുഖാന്തരമാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തിയെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യട്ടെ. നമുക്കൊരു വാക്യം ദൈവസന്നിധിയിൽ വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം.
നമുക്ക് വായിക്കുമ്പോൾ പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ആമേൻ. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ആരും അവന് കൊടുത്തില്ല. അടുത്തത്, അപ്പോൾ സുബോധം വന്നിട്ട് ആരും അവൻ എന്ത് ചെയ്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട്, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ആ ഒരൊറ്റ വാക്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അവിടെ വായിച്ച ഒരു വേദഭാഗം ഇങ്ങനെയാണ്: പന്നിക്ക് തിന്നുന്ന വാളവിര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തു. നമുക്ക് Low battery, please charge. 3 പാർട്ടായി ഈ അധ്യായത്തിൽ വിലയേറിയതായ ചില കാര്യങ്ങൾ ഇവിടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ചുങ്കക്കാരും പാപികളും എല്ലാവരും അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. അവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു വെറുത്തു. അവരോടവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആർക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്നിനെ കാണാതെ പോയാൽ കർത്താവ് 99 എണ്ണത്തെയും അവിടെ വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോകും. ഇതാണ് കർത്താവ് അവിടെ പറയുന്ന ഭാഗം. ഒന്ന്, ആടിൻ്റെ ഉപമ പറയുന്നുണ്ട്. രണ്ടാമതൊരു സ്ത്രീക്ക് ലഭിക്കപ്പെട്ട 10 ദ്രഹ്മ. ആ 10 ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടും കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ അടുത്തത്, സ്നേഹിതരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് യേശു പറയുന്ന രണ്ടാമത്തെ ഉപമ. മൂന്നാമത്തെ ഉപമയാണ് കർത്താവ് പറയുന്ന മൂന്നാമത്തെ ഉപമ. കർത്താവ് പറയുന്ന മൂന്നാമത്തെ ഉപമ നമുക്ക് കൃത്യമായി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ആ പുത്രന്മാരെ കുറിച്ച് കർത്താവ് ഇങ്ങനെ പറയുന്നു: അവന്റെ ഇളയവൻ അപ്പനോട് പറഞ്ഞപ്പ, വസ്തുവക മുഴുവനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രവചന ദൂത് അടിക്കാനല്ല ഞാൻ നിൽക്കുന്നത്, പരിശുദ്ധാത്മാവ് നൽകിയ ദൂത് പറയാനാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ എൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ആയി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇത് ദൈവം എന്നെ ആക്കി വെച്ച ഒരു ശുശ്രൂഷയാകയാൽ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യും. 2025 ജനുവരി മുതൽ എത്ര പ്രവാചകന്മാരെ കുറിച്ച് പ്രവാചകന്മാർ വന്ന് ദൂത് പറയുക. 25 ഇതുവരെ ആയിട്ട് 26 1 മാസമായിട്ട് ഇതേവരെ പൂർത്തീകരിച്ച ചരിത്രമില്ല. അപ്പൊ ദൂത് കേട്ട് നമ്മൾ ഇരിക്കാതെ കേൾക്കപ്പെടേണ്ട വചനം കേട്ട് നമുക്ക് വിടുതൽ പ്രാപിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ എന്നെ കർത്താവ് ചിന്തിപ്പിച്ച 1-2 ഭാഗം നിങ്ങളോട് പങ്കുവെക്കാം. വളരെ എൻ്റെ ആത്മീയ ജീവിതത്തിനും വളരെ പ്രചോദനമുണ്ടായ ഒരു അനുഗ്രഹമായി മാറിയ ഒരു വചനഭാഗമാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നു, അപ്പൻ്റെ 2 മക്കൾമാർ. നമ്മൾ ഈ മുടിയനായ പുത്രൻ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനുണ്ട്. മുടിയൻ, അങ്ങനെ ഒരു പദം സത്യത്തിൽ ബൈബിളിൽ ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മുടിയനായ പുത്രൻ. നമ്മൾ പലപ്പോഴും പറയും മുടിയനായ പുത്രന്റെ ചരിത്രം. നോ 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 മുടിയനായ പുത്രൻ എന്നുള്ള ഒരു പദം ഇവിടെയില്ല. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ധൂർത്തുപുത്രൻ എന്നുള്ള പദമുണ്ട്. ധൂർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നമുക്ക് കാണാൻ കഴിയും, അവന് അപ്പൻ്റെ അടുക്കൽ വന്ന് വസ്തുവക വാങ്ങി എനിക്ക് പങ്ക് തരണമെന്ന് പറഞ്ഞ് അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലം സ്വരൂപിച്ചു ദൂരദേശത്തേക്ക് യാത്രയായി. നിങ്ങൾ ആ 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അവിടെ
ദുർനടപ്പുകാരനായി ജീവിച്ചു. എങ്ങനെ ജീവിച്ചേ? അവന്റെ ജീവിതം. അപ്പൊ ഒരു കാര്യം പറയാം, ഒത്തിരി സമ്പാദ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളിൽ വരുന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്താ ദൈവം അളവ് കൂടാത്ത തരത്തിൽ നന്മ തരാത്തത്? നമുക്ക് ആവശ്യമില്ലാത്ത കുറെ നന്മ അധികം തരാത്തതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന് അറിയാം നമ്മെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്നെ അറിയാം, നിങ്ങളെ അറിയാം. മാതിജ ഒരു സ്വത്രം പറഞ്ഞു. സ്വത്രം, നമ്മെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ രീതി എങ്ങോട്ടാ പോകുന്നതെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സ്വത്രം. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ചോദിച്ചിട്ടും വലിയ നന്മയൊന്നും തരാത്തതിന്റെ കാരണം അതാ. ഇന്ന് രാത്രി ഈ സൂമിലുള്ള കുടുംബങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഇതാണ്: നീ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ നീ വിഷമിക്കരുതെന്ന് പറയാനാ കർത്താവ് എന്നോട് പറഞ്ഞത്. സ്വത്രം. നീ പലതും ആഗ്രഹിച്ചിട്ടുണ്ടാകും, പല കാര്യങ്ങൾ നീ ദൈവത്തിന് ആഗ്രഹിച്ചിട്ടും നിന്റെ ജീവിതത്തിനകത്ത് ലഭിക്കാതിരിക്കുമ്പോൾ നീ നിരാശപ്പെടരുതെന്ന് പറയാനാ ഇന്ന് രാത്രി ഈ ഗൂഗിൾ മീറ്റിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും വാരിച്ചൊരിഞ്ഞ് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ സ്വത്രം ദുർനടപ്പ് വരാൻ ചാൻസ് ഉണ്ട്. നല്ല നടപ്പ് പോകും. സ്വത്രം. ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? അപ്പന്റെ സ്വത്ത് മുഴുവനും വാങ്ങി അതെല്ലാം മേടിച്ചോണ്ട് കൂട്ടുകാരുടെ കൂടെ ഒറ്റ ടൂറ് പോക്ക. സ്വത്രം. ഒറ്റ ടൂറാ. ഇതുവരെ ഇല്ലാത്ത വണ്ടി വിളിച്ച്. സ്വത്രം. പണ്ട് ഓട്ടോറിക്ഷയിൽ പോയ പുള്ളിയാ, ഇപ്പൊ ഓട്ടോറിക്ഷ മാറി. ഇത്തിരി പൈസ മുമ്പിൽ വന്നപ്പം പുള്ളി ഇന്നോവ വിളിക്കാൻ തുടങ്ങി. സ്വത്രം. കണ്ടോ? ആളുടെ രീതി മാറി. അപ്പോ ഒത്തിരി നന്മ വന്ന മനുഷ്യന്റെ രീതി മാറും. അത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. നമ്മളായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം പറയുന്നതിനനുസരിച്ച് ദൈവ ഇഷ്ടം നമ്മളിൽ വെളിപ്പെടേണ്ടതിന്, ദൈവമഹത്വത്തിനായി നാം ജീവിപ്പാൻ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാൽ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോ തിരുവെഴുത്ത് ഇങ്ങനെ വ്യക്തമായി പറയുന്നു. തിരുവെഴുത്ത് ഇങ്ങനെ കൃത്യമായി ദൂത് പറയുകയാണ്. എന്താണെന്നറിയാമോ? നമ്മള് ആ തിരുവെഴുത്ത് പറയാൻ, അപ്പന്റെ വസ്തുവക കൊണ്ട് ഇവൻ യാത്രയായി, അവൻ ദൂരദേശത്തേക്ക് പോയി, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പന്റെ രക്തബന്ധങ്ങളോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ അയൽക്കാരുകളോ ആരും കാണാത്ത ദൂര സ്ഥലത്തോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒത്തിരി അകന്നു പോയി. ഇപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നാൽ ഞാൻ ഇങ്ങനെ ദൂത് പറയാം, അപ്പന്റെ വീടുമായിട്ട് ബന്ധമില്ലാതെ ഒരു യാത്ര പുറപ്പെട്ടാൽ അതിനകത്ത് ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ? അപ്പന്റെ ഭവനുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് എന്നുവെങ്കിൽ അവിടെ ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കുന്നു. പക്ഷെ ഈ അപ്പന്റെ ഭവനം വിട്ട് ഇതൊക്കെ ദൂരയാത്ര എന്ന് പറഞ്ഞാൽ അപ്പൻ നോക്കിയാൽ കാണാൻ പറ്റാത്ത ദൂരത്തേക്ക് ഈ മനുഷ്യൻ യാത്രയാണ്. ഭയങ്കര സംഭവമല്ലേ ചാ? ആ ഭാഗമൊന്ന് ചിന്തിച്ച ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു അപ്പന്റെ വീടുമായിട്ട് നിന്നപ്പോൾ വല്ലതിനും കുറവുണ്ടോ? എന്തിനേലും ബുദ്ധിമുട്ടുണ്ടോ? ചോദിക്കുമ്പോ എല്ലാം നിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അപ്പനുമായിട്ട് ബന്ധമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ സ്തോത്രം, ഇത് വാക്കുകൊണ്ട് മാത്രം പോരാ, പ്രവൃത്തി കൊണ്ടുള്ളൊരു ജീവിതവും കൂടെ വേണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരുമിച്ച് അന്യഭാഷയിൽ ആത്മാവിൽ സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഞാനിത് ആത്മനിറവിൽ നിന്നുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഈ ദൂത് ഞാൻ ആഴത്തിൽ നിങ്ങളോട് കൈമാറുന്നത്. സ്തോത്രം. അപ്പം അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി. അപ്പോ ഒരു കാര്യം പറയാം, അപ്പൻ തരുന്ന നന്മകൾ പലതും നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ കാരണം നമ്മൾ പറയും പിശാചി പിടിച്ചതാ, പിശാചി തൊട്ടതാ, പോരാട്ടമാ. ഇത് പോരാട്ടമൊന്നും അല്ല കുഞ്ഞേ. ദൈവം തന്ന നന്മ പലതും നിന്റെ മുമ്പിൽ നിന്ന് പോകാൻ പോരാട്ടം അല്ല. പകരം എന്താ? അപ്പനുമായിട്ടുള്ള ബന്ധം എവിടെങ്കിലും നിന്റെ വേർപെടുന്നെങ്കിൽ 100% ഉറപ്പാണ്. സ്തോത്രം. അത് നാനാവിശേഷമായി മാറും, നാനാവിധമായി മാറും. അതാണ് വിഷയം. അവിടെ പറയാണ്, നിങ്ങൾ ആ
13-ാമത്തെ വാക്യം വായിച്ചാൽ മതി. ഏറിയ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലത് സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. കണ്ടോ, കാശി പറയാ, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. കണ്ടോ, അപ്പൊ ഈ ബുദ്ധിമുട്ട് വരാൻ തുടങ്ങുന്നത് എപ്പോഴാ? ദേശത്തൊരു ക്ഷാമമുണ്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ താമസിക്കുന്ന ദേശം എന്നും ഒരു അനുകൂലമായി നിൽക്കത്തില്ല. ദേശം പ്രതികൂലമായിരിക്കും. ഞാൻ ഇങ്ങനെ പറയാം, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്നും അനുകൂലമായി വരികയില്ല. പക്ഷേ അവിടെ പ്രതികൂലങ്ങൾ ആഞ്ഞു വീശും. ആഞ്ഞു വീശുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിപ്പാൻ അപ്പന്റെ കയ്യിൽ നിന്നും വാങ്ങിയത് അത് സ്വരൂപിച്ചു വെച്ച് ആത്മാവിൽ ഞാൻ തൂതു പറയട്ടെ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് അപ്പൻ നൽകി തന്നത് അത് നഷ്ടപ്പെട്ട് കളയാതെ, നഷ്ടപ്പെട്ടു പോകാതെ അതിനെ സ്വരൂപിച്ചു കൊണ്ടാൽ ക്ഷാമം വരുമ്പോ നിന്റെ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകയില്ല. ഞാനിത് പറയുന്നത് ഭൗതിക തലത്തിലുള്ള നന്മയുടെ കാര്യമല്ല പറയുന്നത്. അപ്പൻ നിനക്ക് നൽകി തന്ന കൃപകളും കൃപാവരങ്ങളും, ദൈവം തന്ന അധികാരവും അഭിഷേകത്തിന്റെ നിറവും ആത്മസാന്നിധ്യത്തെയും, സ്വത്രം ദേശം അനുകൂലമല്ലാത്ത സാഹചര്യം മുമ്പിൽ വെളിപ്പെടുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഇതിനെ ജയിച്ചു കയറണമെങ്കിൽ ഈ 2026 ജനുവരി മാസം ദൈവം പറയുന്ന ദൂതാണ്, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം, ദൈവകൃപ നിന്റെ മേൽ നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഈ രാത്രിയിൽ പ്രവചന ശബ്ദമായി പരിശുദ്ധാത്മാവ് ഈ രാത്രി കൈമാറുക. പ്രിയരെ, നമ്മിൽ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന, നമ്മുടെ മേൽ കൈമാറി തന്നിരിക്കുന്ന, അപ്പൻ പകർന്നു തന്നിരിക്കുന്ന ദൈവകൃപയെ ഇല്ലാതാക്കി കളയാൻ ശത്രു പദ്ധതിയുമായി വരുമ്പോ അപ്പനോട് ചേർന്ന് നിന്ന് ഈ ദിവസങ്ങളിൽ ദൈവകൃപ വ്യാപാരം ചെയ്യുക. Praise the Lord. Thank you, Jesus. Hallelujah. Ribanada rajana dirabalada rajana adajagadagadagadiadara jaladigal kamanayadiya astaradi bala baudi maradiyal kamanasiyardana. സിമ്പിൾ ദൂത, സിമ്പിൾ. ഇത് സിമ്പിളായി ഞാനത് കൈമാറുക, സിമ്പിളായി കൈമാറുക. എന്താ അവിടെ പറയുന്നത്? അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ കൃത്യമായി പറയാണ്. എന്താ പറയുന്നത്? അപ്പന്റെ ഭവനം വിട്ടുപോയി ആ ദേശം അവൻ അനുകൂലമായി. അപ്പൊ പ്രിയരെ, നമ്മൾ പാർക്കുന്ന വീട്, നമ്മൾ പാർക്കുന്ന ദേശം, നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന പലതും ഒരുപക്ഷെ നമുക്ക് അനുകൂലമല്ലെന്ന് വന്നേക്കാം. അനുകൂലമല്ലാതെ വന്ന് മുട്ടു വന്നു തുടങ്ങി, ക്ഷാമം വന്നു തുടങ്ങി എന്ന വചനം പഠിപ്പിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അപ്പന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂട്ടിയത് നഷ്ടപ്പെടുത്തി കളയാതെ അത് സ്വരൂപിച്ചു വെക്കാൻ ഒരു ദൈവ പൈതൽ തയ്യാറായാൽ, ദേശത്തു ക്ഷാമം വന്നാലും ദേശത്തു മുട്ടു വന്നാലും നിന്റെ ഭവനം പരാജയപ്പെടാൻ, നിന്റെ ജീവിതം പരാജയപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ നിങ്ങളോട് പറയാൻ സ്വർഗം എന്നോട് കൈമാറുന്ന ദൂത, ആരൊക്കെ പരാജയപ്പെട്ടാലും കുഞ്ഞേ, നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താ? നിന്റെ കയ്യിൽ ഒരു സ്റ്റോറേജ് ഉണ്ട്, നിന്റെ കയ്യിൽ ചിലത് സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ദൈവം അത് നിന്റെ മേൽ കൈമാറിയിട്ടുണ്ട്. ദൈവം അത് തരാൻ. ഈ കടക്കാര് മക്കളെ പിടിച്ചോണ്ട് പോയപ്പോ ആ വിധവയായ സ്ത്രീ പ്രവാചക ശിഷ്യന്റെ അടുക്കൽ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പ്രവാചകനെ, എന്റെ ഭർത്താവും പ്രവാചകനായിരുന്നു എന്ന് നിനക്കറിയാലോ. ഇപ്പോ എന്റെ ഭർത്താവ് മരിച്ചുപോയി കേട്ടോ. എനിക്ക് തുണ വേറെ ആരുമില്ല, ഞാനൊരു വിധവയാ. എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് എന്റെ മക്കളാ. പക്ഷെ മക്കളെ ഇതാ കടക്കാര് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പ്രവാചക ശിഷ്യനോട് ചോദിക്കുമ്പോ പ്രവാചക ശിഷ്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്.
നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. കണ്ടോ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പൊ പറഞ്ഞൊരു കാര്യം, എന്റെ കയ്യിൽ അല്പം ഭരണിയിൽ എണ്ണയല്ലാതെ വേറെ ഇല്ല. ശരി, നീ ആ ഭരണിയിൽ എണ്ണ അടുത്ത വീട്ടിൽ നിന്നും പാത്രങ്ങൾ വായ്പയായി വാങ്ങുക, പകരുക. പിടികിട്ടിയോ? സ്തോത്രം. ജീവിതത്തിൽ അനുകൂലമല്ലാത്ത സാഹചര്യം മുമ്പിൽ വരുമ്പോ കുഞ്ഞെ അവിടെ അടിപതറി പോകാതെ വണ്ണം നീ ചിലത് അപ്പന്റെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചു വെച്ചിരിക്കുന്നത് സ്റ്റോറേജ് ഉണ്ടാകണം. പിടികിട്ടിയോ? ഇത് ചിലപ്പോ അനുകൂലമല്ലാത്ത പ്രതികൂലങ്ങൾ കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത്, തലമുറകൾക്ക് നേരെ ശത്രു പദ്ധതിയുമായി വരുമ്പോ നിന്റെ മേലൊരു സ്റ്റോറേജ് ഉണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ പറയാ, നിന്റെ മേലൊരു ദൈവം പകർന്നത് ഉണ്ടെങ്കിൽ നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാനിത് എന്റെ പ്രിയരെ വാചനമാണ് പറയുന്നത്, അല്ല നമ്മള് കഥകളൊക്കെ പറഞ്ഞ വാലല്ല നിന്നെ തലയാക്കും. കേട്ടു തുടങ്ങി കേട്ട് 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 മനുഷ്യന്റെ ഊപ്പാട് വന്നിട്ടില്ല. പലരും പ്രവചനം തുച്ഛീകരിക്കരുത്. ഞാനും ഒരു പ്രവാചകനാണ്, ഞാനും പ്രവചനം പറയുന്ന ഒരാളാണ്. പക്ഷെ കർത്താവ് ദൂത് പറയും, ദൈവം പറഞ്ഞാൽ ഞാൻ പറയും. അതേ എന്റെ എന്തിലേക സിസ്റ്ററെ, നമ്മള് മീറ്റിംഗ് ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ പ്രവചനം പറഞ്ഞ് മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. ഈ നാളുകളിലൊക്കെ ദൈവം എന്നെ അയച്ചുകൊടുത്തൊക്കെ കർത്താവ് മറക്കാൻ പറ്റാത്ത വർഷമാണ് 2025 ഡിസംബർ. ജീവിതത്തിൽ ഞാൻ നവംബർ 22 ഓടാൻ തുടങ്ങിയതാ. 21 തീയതിയാ ഞാൻ നിന്നത് തറയിൽ. മറക്കാൻ എൻ്റെ എൻ്റെ ശുശ്രൂഷ കരിയറിൽ ഇങ്ങനെ ഞാൻ ഓടിയിട്ടില്ല അച്ഛാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ. എന്തുവാ നിലം തൊടാമോ. ഇന്നും അതിന്റെ തൊണ്ടയുടെ ശബ്ദം ഇപ്പോഴും വല്ലാതെ അവസാനിക്കുക. ഇപ്പോഴും കുറച്ച് കഴിയുമ്പോൾ 2 സ്വരമായിട്ടൊക്കെ പോകും. കാരണം അത്രയ്ക്ക് ദൈവകൃപ. കാരണം എന്താ അതിനകത്ത് എത്ര കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു, എത്ര കുഞ്ഞുങ്ങൾ ദൈവത്തിന് മടങ്ങി വന്നു, എത്ര പേര് ദൈവത്തിന്റെ വകയായി, എത്ര പേര് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു വന്നു, എത്ര പേര് നിരപ്പ് പ്രാപിച്ചു. ഒരു നിരപ്പിന്റെ ശുശ്രൂഷയായിരുന്നു കഴിഞ്ഞ ദിവസം മൊത്തം ദൈവം ചെയ്തത്. എന്റെ കഴിവല്ല, എല്ലാം ചെയ്തത് കർത്താവാകയാൽ എന്റെ തമ്പുരാന്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കാം, 2 കാര്യം പറഞ്ഞിട്ട്. അപ്പോ ഈ മനുഷ്യന്റെ കയ്യിൽ ഒന്നുമില്ല, ദേശം മുട്ടു വന്നു. അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അപ്പൊ ഈ പൗരനെ ആശ്രയിക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ആ ദേശത്തിലെ പൗരൻ ഇവൻ ചെന്ന സമയത്ത് ഇവനെ ശരിക്ക് സൽക്കരിച്ച ആളാ. അത് ഓർത്തണം. ആ ദേശത്തിലെ പൗരൻ, ഇവൻ ആ ദേശത്ത് ചെന്നത് ഭിക്ഷക്കാരനായിട്ടല്ല ചെന്നത്. ആടുമാടുകളും ഒട്ടകങ്ങളും ധനസമ്പാദ്യങ്ങളുമായിട്ടൊക്കെയാ ആ പട്ടണത്തിൽ ചെന്ന് കയറിയത്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നല്ല BMW കാറിനകത്ത് കയറിയാ ചെന്നത്. ഇൻഷട്ടൊക്കെ ചെയ്ത്, ഷൂ ഒക്കെ ഇട്ട്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, കയ്യെ പെട്ടിയൊക്കെ തൂക്കി. എനിക്ക് എൻ്റെ ചിന്തയെ പറഞ്ഞ എക്സ്ട്രാ ഒരു കൂട്ടുകാരനെ ഒരുത്തനെ കൂടെ സ്റ്റെപ്പിനെ വിളിച്ച് ഡ്രൈവറെയൊക്കെ വെച്ചാ പുള്ളി അവിടെ ചെയ്യുന്ന ഇറങ്ങിയത്. നമ്മുടെ ഇപ്പോഴത്തെ ഇത് വെച്ച് ഞാൻ പറയാന്നേ. അപ്പൊ ചെന്നിറങ്ങിയപ്പോഴേ ഇപ്പം വണ്ടി കണ്ടപ്പോഴേ ആൾക്കാർക്ക് പിടികിട്ടിക്കാണ് ഇവന് ഇച്ചിരി ചില്ലറയുള്ള ആളാണ്, നല്ല കാശുള്ള പുള്ളിയാന്ന് മനസ്സിലായി. ആ ദേശത്തിലെ നല്ല പൗരന്മാര് അവനെ സൽക്കരിച്ച് വീട്ടിൽ കയറ്റി കാണും. പിടികിട്ടിയോ? ആ കൂട്ടത്തിൽ സൽക്കരിച്ചൊരു പുള്ളി ആകണം. ഇത് ആണെന്ന് ഞാൻ സ്ഥിരീകരിക്കലാകണം. അതാണ് അവൻ അവിടെ ചെന്ന് പറഞ്ഞത്. പുള്ളി അവിടെ ചെന്നിട്ട് പറയാണ്, ഞാൻ അവനെ വയലിലെ പന്നികളെ മേയ്പ്പാൻ അയച്ചു. അന്നത്തെ ഈ പന്നി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മൃഗസമ്പാദ്യത്തിന്റെ ഒരു മേഖലയാണ് പന്നി വളർത്തൽ. അപ്പൊ അവിടുത്തെ പന്നിയെ കൊണ്ടുവന്ന് തീറ്റാനുള്ള എല്ലാ ജോലി കൊടുത്തു. ഇയാൾക്ക് കൊടുക്കുന്ന ആഹാരമൊന്നും ശരിക്ക് ക്ലിയർ ആവുന്നില്ല. പൈസ ഉള്ളപ്പോ ഇഷ്ടം പോലെ അടിച്ചുകൊണ്ടിരുന്നതാണ്, നല്ല രീതിയിൽ കഴിച്ചതാണ്. നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടം പറഞ്ഞ അച്ഛനും അമ്മാവയൊക്കെ എവിടാന്ന് അറിയത്തില്ല.
എങ്കിലും ഞാൻ പറയാം, കേരളത്തിന്റെ ഇത് വെച്ച് പറയാം, ഇന്ന് മൊത്തം റെസ്റ്റോറൻറ്റും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുമായി ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ കുഴിമന്തി, അൽഫാം മന്തി, എന്തോ മന്തി, അവിടെ മന്തി, ഇതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എന്റെ ഭാഷയെ പറഞ്ഞ നല്ല രീതിയിൽ ഫുഡടിച്ചുകൊണ്ട് നടന്ന പുള്ളിയാ. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഫുഡടിക്കാനുള്ള കാശ് പോലും തന്റെ കയ്യിലില്ല. കാശ് പുള്ളി കഴിച്ച ആഹാരം നല്ല ഹൈ ക്വാളിറ്റി ആഹാരമാണ് നേരത്തെ കഴിച്ചത്. പക്ഷെ ഇപ്പൊ പുള്ളി കഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ, വല്ലാതൊരവസ്ഥയിലായി മാറി. എന്നിട്ട് ആ പന്നിയെ വളർത്തുന്ന അവൻ ജോലി ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, പക്ഷെ ഇയാൾ സത്യസന്ധന കേട്ടോ. അതിനകത്തൊരു കാര്യം ഞാൻ തുറന്നു പറയാം. മോഷ്ടിക്കുന്ന ആളെ ഈ മനുഷ്യനെ അപ്പൻ വളർത്തിയത് അങ്ങനെ, മോഷ്ടിച്ചിട്ടില്ല. അപ്പൻ്റെ അത് ചോദിച്ചു മേടിച്ചുകൊണ്ട് പോയി എന്നുള്ള സത്യമാണ്. മോഷ്ടിച്ചിട്ടില്ല ഒരു സാധനം, ഒരു മനുഷ്യന്റെ മോഷ്ടിച്ച പുള്ളിയല്ല. എന്താ അതിന്റെ തെളിവ്? ഇദ്ദേഹം പറയാണ്, അവൻ അയച്ചു, ആ പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല എന്നൊരു പദം അവിടെ ഉണ്ട്. ആരും അവന് കൊടുത്തില്ല. കൊടുക്കാതിരിക്കണമെങ്കിൽ ചോദിക്കാതെ കൊടുക്കാതിരിക്കുമോ? ഇത് കൊടുക്കണമെങ്കിൽ ചോദിക്കണമല്ലോ. ഹലോ, ഒരു ഇച്ചിരി വാളവര എനിക്ക് തിന്നാൻ തരുമോ? ഇച്ചിരി. അത് വാളവര എന്ന് പറയുന്നത് മണ്ണരയൊന്നും അല്ല. പണ്ടൊരാൾ പറഞ്ഞ് വാളവരെന്ന് കേട്ടപ്പോൾ ഇത് ഇങ്ങനെയുള്ള വാളവര പന്നി തിന്നുമെന്ന്. ഇതൊരു പയർവർഗമാണ്, ഒരു പയർവർഗമാണ്. സസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്, ഒരു വെജിറ്റേറിയൻ പയർവർഗമാണ് ഈ വാളവര എന്ന് പറയുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ വാളവര നിന്ന് വയറ് നിറപ്പാൻ ഈ മനുഷ്യൻ ആഗ്രഹിച്ചു, ആരും അവന് കൊടുത്തില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ദൂത് ഇതാണ്, ആഗ്രഹിച്ചത് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകാറുണ്ട്. ശരിയില്ലയോ? നാളുകൾ കൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, ശുശ്രൂഷയുടെ വിഷയമാകാം, നമ്മുടെയൊക്കെ പലവിധമായ വിഷയങ്ങൾ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? സന്തോഷമാണോ നിരാശയാണോ? നിരാശ ഉണ്ടാകത്തുള്ളൂ. ബാങ്ക് ലോൺ ഇപ്പൊ കിട്ടും, പ്രതീക്ഷിച്ച് ഇന്ന് കിട്ടും. അക്കൗണ്ടിന് അവിടെ ബാങ്കിൽ പോയി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവർ പറഞ്ഞു, അയ്യോ ഇന്ന് കിട്ടത്തില്ല കേട്ടോ, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് ഭിത്തിയിലൊരു പിടി, തലയൊന്ന് കറങ്ങി, എൻ്റെ തല ചുറ്റുന്ന എന്നെ ഒന്ന് ഇരുത്തി. നമ്മുടെ കാര്യം പറഞ്ഞ, ചിലരുടെ കാര്യം പറഞ്ഞ, മക്കളുടെ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു, ലഭിക്കാതിരിക്കുമ്പോ ഭയങ്കര നിരാശയാണ്. മനുഷ്യനെന്ന് പറയുന്ന വർഗത്തിന് ലഭിക്കുന്ന അതിന്റെ റിസൾട്ട് ഇതാണ്, ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ നിരാശയാണ്. പണ്ടൊരമ്മാമ, ഞാൻ ഇതിനകത്ത് ആളില്ലാത്തതുകൊണ്ട് പറയാം, ഒരമ്മാമ കല്യാണം, ധനാഢ്യയായ ഒരു ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത് കഴിഞ്ഞപ്പം ഇപ്പം കൊച്ചിന് വല്ലാത്ത മാനസിക വിഷയമായി. കൊച്ചിനെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അന്നേ ഞാൻ പറഞ്ഞത് പോരാട്ടമാ, നിങ്ങൾ ഇനി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. കേട്ടില്ല. അവർ നല്ല കൂടിയ കൗൺസിലറുടെ അവിടെ കൊടുക്കും. അവർ നല്ല വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കുന്ന ഒരു കുടുംബമാണ്, ഇത്തിരി കാശൊക്കെ ഉള്ള കുടുംബമാണ്. തനക്ക് ഗൾഫിലും മോള് എയർപോർട്ടിൽ ജോലിയാണ്, നല്ല രീതിയിൽ നിൽക്കുന്നൊരു ഫാമിലി. അവളെ ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഒന്നും നടക്കാതിരുന്നപ്പോൾ ചർച്ചിൽ കൊണ്ടുവന്നു. ഈ ചർച്ചിൽ കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിപ്പിച്ചു, അവളെ കൗൺസിൽ ചെയ്തു, അവളോട് ആത്മാവ് ഇടപെട്ടു, ദൈവം സംസാരിച്ചു, മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞ മക്കളെ, ആ കല്യാണം മാറിപ്പോയായിരുന്നു. അപ്പൊ ഈ അമ്മാമ്മയ്ക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കും. കാശും പുത്തനും വീടും കൊട്ടാരവും ബംഗ്ലാവും കണ്ട് അമ്മാമ്മ മഞ്ഞളിച്ചിരിക്കുക. കണ്ണ് ഇതിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ചത് ഇരിക്കും. അന്നേരം ദൂത് പറഞ്ഞു, അമ്മാമ്മയ്ക്ക് അടുത്ത ഇത് കിട്ടിയില്ലെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവം ശ്രേഷ്ഠം മാറി ഇത് മറ്റൊന്നൊരുക്കും, ഇത് വന്നെന്നും പറഞ്ഞു ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു വിട്ടു. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനാണ് അമ്മാമ്മ തന്ത്രത്തോടെ വിളിക്കുന്ന, പാസ്റ്ററെ ആ പോയ കുടുംബം വീണ്ടും മടങ്ങി വന്നു. ആ പോയവര് ധനാഢ്യരായവർ മടങ്ങി വന്നു. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ ദൂത് പറഞ്ഞത് വേറെ ദൈവം ഒരുക്കുന്ന. ഇല്ല പാസ്റ്ററെ, ഞങ്ങൾ ആഗ്രഹിച്ചതില്ലേ പാസ്റ്ററെ, ഇത് ദൈവത്താൽ വന്നതാ പാസ്റ്ററെ. എന്തൊരു വിളിയായിരുന്നറിയോ, ഭയങ്കര വിളിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഓക്കെ അമ്മാമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. സ്വതം ഇന്ന് ആ കുഞ്ഞുങ്ങൾ രണ്ട് തട്ടില. അമ്മാമ്മ ഭാര്യയുടെ കല്യാണം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമായപ്പോൾ അവരെ പെണ്ണ് അവരുടെ വീട്ടിലുമായി, ചെറുക്കൻ്റെ വീട്ടിലുമായി.
അവർക്ക് അവരോട് ജീവിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആഗ്രഹിച്ചത് പലതും മനുഷ്യന് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ സത്യത്തിൽ അന്ന് ഞാൻ കണ്ടതാ അമ്മാമ്മയുടെ. ഞാൻ പറഞ്ഞു വേറെ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ മുഖമൊക്കെ വാടി കുനിഞ്ഞ് ഒരു വല്ലാത്ത ഒരു കേൾക്കാൻ നിന്ന ദൂത് വേറെ ആയിരുന്നു. എന്നോട് ദൈവം പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇന്ന് പകൽ ഇതിനകത്ത് ജോയിൻ ചെയ്ത കുടുംബങ്ങളോട് ഞാൻ വ്യക്തമായി പറയാം, ആഗ്രഹിച്ചത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവ ശ്രേഷ്ഠമേറിയ ചിലത് തരാനുണ്ട്. ഹല്ലേലൂയ. എന്താണ് ആഗ്രഹിച്ചത്? ഞാൻ അതോട് പറഞ്ഞർത്ഥം. എന്താണ് ആഗ്രഹിച്ചത് കിട്ടാതിരുന്നപ്പോൾ ഈ മനുഷ്യനുണ്ടായ മാറ്റം എന്താണ്? നമുക്ക് തലകറക്കമൊക്കെ വരുന്നത്, പക്ഷെ ഈ മനുഷ്യനുണ്ടായ മാറ്റം ഒന്ന് വായിച്ചോ. ഒന്നാമത് വായിച്ചോ. സ്തോത്രം. 17-ാമത്തെ വാക്യം വായിച്ചോ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. മതി. ആ ഒറ്റ ടെൻഡൻസ് മതി. ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോൾ അവൻ എന്തോ വന്നു? സുബോധം വന്നു. എന്താ വന്നത്? സുബോധം. ആഗ്രഹിച്ചത് കിട്ടാതിരുന്നപ്പോ ബോധം വന്നെന്ന്. സാധാരണ എല്ലാവരും ബോധം പോവുക ചെയ്യാറുള്ളത്. ആഗ്രഹിച്ചത് കിട്ടാതിരുന്നപ്പോ അവന് ബോധം വന്നു, സുബോധം. നിങ്ങൾ ആ വാക്യം കണ്ടോ? ഞാൻ വാക്യം പറയുന്നത് ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോ അവന് സുബോധം വന്നു. നമുക്കോ ബോധം ഉള്ളതുകൂടെ പോവും. എന്റെ പൊന്ന് വാദിച്ച ഞങ്ങൾ ഇതൊക്കെ സ്ഥിരം കാണുന്ന വെച്ചാ, സ്ഥിരം കാണുന്ന ഓരോരുത്തർ ആഗ്രഹിച്ചത് കിട്ടാതെ പാസ്റ്റർ പറഞ്ഞ ദൂതിന്റെ നിവൃത്തി നടന്നില്ല പാസ്റ്റർ. പിന്നെ വിളിയില്ല, പറച്ചിലില്ല, അടുത്ത പ്രവാചകന്മാരെ തപ്പിപ്പോവും. ഇങ്ങനെ ഉണ്ടല്ലോ സ്റ്റോക്ക് ഒത്തിരി. അതുകൊണ്ട് അപ്പൊ നല്ല ദൂത് കേൾക്കുന്നവരെ മതി. പിന്നെ പണ്ടൊരു പാസ്റ്ററോട് ദൂത് പറഞ്ഞ് നിറവേറായിരുന്നു. പുള്ളി എന്നോട് പറയാം, പാസ്റ്റർ നല്ല ദൂത് പറയുന്ന വല്ലവരും ഉണ്ടോ? ഞാൻ പറഞ്ഞ അച്ഛാ ഈ ദൂത് പറയാൻ കർത്താവ് പറയുന്നതല്ല, നമുക്ക് എന്താ പറയാനുള്ളത്? സ്തോത്രം പറഞ്ഞേ. ഒന്ന് ആമേ പറഞ്ഞേ. നമ്മളന്ന് ഇത് നമ്മളെ ഉറപ്പിക്കാൻ ദൈവം പറയുന്ന ഒരു ദൂതാണിത്. അപ്പൊ ആഗ്രഹിച്ചത് കിട്ടാതെ പോയപ്പോൾ ഈ മനുഷ്യനുണ്ടായത് ബോധം പോവല്ല ചെയ്തത്, ബോധം വന്നു. എന്തുവാ സുബോധം വന്നത്? എന്റെ അപ്പന്റെ കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശന്ന് നശിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ അപ്പൻ ആരാണെന്നുള്ളൊരു ബോധം. കിട്ടിയോ? ആഗ്രഹിച്ചത് കിട്ടാതിരുന്നപ്പോൾ അവനുണ്ടായ ബോധം എന്താന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രം. എന്റെ അപ്പൻ ആരാണെന്നുള്ള ബോധം. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിനക്ക് ചിലത് ലഭിക്കാതെ പോയത് കൊണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ അപ്പൻ ആരാണെന്നുള്ളൊരു ബോധ്യം ഇന്ന് അകത്തളത്തിൽ ചലിക്കാൻ തുടങ്ങിയ ഇതുവരെ നീ ആഗ്രഹിച്ചതല്ല ലഭിക്കാൻ പോകുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ഉണ്ട്. എലിസബത്ത് അമ്മാമയോടും മാതിച്ചാനോടും ഇന്ദുലേഖ സിസ്റ്ററോടും ആത്മാവ് ദൂത് പറയാ. 3 പേരോട് ചേർന്ന് ദൂത് പറയാ. അമ്മ എനിക്ക് 100, 1000, 10,000 ഒന്നും വേണ്ട. ഒരാളുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിച്ച് ദൂത് പറയും. എഴുതിയെടുക്കോ എന്തോ ദൂതെന്നുള്ളത്. ശ്രദ്ധിക്ക. ഇതാ ദൂത്. ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോ ഭാരപ്പെടണ്ട. ശ്രേഷ്ഠമേറിയത് തരാൻ ദൈവം സർവശക്തി. ഒത്തിരി നാളുകൊണ്ട് ഭാരപ്പെടുകയാണ്. പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിനകത്തും മറുപടി ലഭിക്കാൻ കഴിയാത്ത തരത്തിൽ നാളുകൾ കൊണ്ട് ഹൃദയം നുറങ്ങി ദൈവത്തോട് പല ചോദ്യങ്ങൾ ഇന്ദുലേഖ സിസ്റ്ററെ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് പറയാണ്, ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോൾ നിന്റെ മനസ്സ് തകരരുത്. ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടാൻ പോകുകയാ. അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാതെ ഈ നാളുകളിൽ അകത്തളത്തിൽ ഒരു നല്ല ബോധ്യം ഉണ്ടാകട്ടെ. എന്റെ അപ്പൻ ആരാണെന്നുള്ളൊരു ബോധ്യം. ഭാരപ്പെടണ്ട. എന്റെ അപ്പനാരാ? നമ്മുടെ അപ്പനാരാ? എന്റെ യേശുവാ. പുരാതന സമ്പത്തും ഗുപ്തനിധികളും ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം തരാൻ കഴിയുന്ന ദൈവം, സമാധാനത്തെ കൈമാറാൻ കഴിയുന്ന ദൈവം, എൻ്റെ ആവശ്യങ്ങൾ തമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം,
ഞാൻ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായി എനിക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി മറുപടി തരാൻ കഴിയുന്ന ദൈവം, എന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ കഴിയുന്ന ദൈവം, എന്റെ ഇരുട്ടിനെ മാറ്റാൻ കഴിയുന്ന ദൈവം, എന്റെ അസ്തമിച്ചു പോയ പ്രതീക്ഷകളെ പുതുക്കി തരാൻ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി എന്റെ അപ്പൻ ജീവനുള്ള അപ്പനാകയാൽ ഒരുമിച്ച് ദൈവത്തിന് നന്ദിയോടെ ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയരോട് ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ അപ്പനാണെന്നുള്ളൊരു ബോധം ആ മനുഷ്യനുണ്ട്. എന്റെ അപ്പനാണ്. Hallelujah. പുള്ളി ചിന്തിച്ച്, എടാ ഈ പന്നിക്ക് കൊടുക്കുന്ന വെല്ലവനും കൊണ്ടു കൊടുക്കുന്ന വെല്ലവന്റെ വാളവര തിന്ന് തിന്നാനാണോ എന്നെ ദൈവം വിളിച്ച്? വെല്ലവനും കൊണ്ടു തരുന്ന വാളവര തിന്നാനാണോ എന്നെ വിളിച്ച്? എടാ എന്റെ അപ്പന്റെ വീട്ടിൽ ഒത്തിരി ജോലിക്കാരുണ്ട്. എന്റെ അപ്പന്റെ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ഭക്ഷണം നോക്കിയാൽ ഇതിനെക്കാട്ടി ശ്രേഷ്ഠമാണ്. Hallelujah. ഈ മനുഷ്യന് നല്ലൊരു സുബോധം ഉണ്ടായി. രണ്ടാമത് അവൻ തീരുമാനമെടുത്ത് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയാം, അപ്പാ ഞാൻ സ്വർഗത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാപബോധമുണ്ടായി. തൻ്റെ തെറ്റ് തനിക്ക് മനസ്സിലായി. എവിടെയാണോ തനിക്ക് തെറ്റ് പറ്റുന്നത്, വീഴ്ച സംഭവിച്ചത്, ഇത് തനിക്ക് മനസ്സിലായി. സ്വർഗത്തോടും അങ്ങയോടും ഞാൻ പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. ഇത് താഴ്മയാണ്. താഴ്മയാച്ച അപ്പനുള്ള പദവി ഉണ്ടപ്പോഴും താഴ്മ ധരിച്ചു. താഴ്മ ഒത്തിരി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിതർത്തിയാണ്. താഴ്മ ധരിച്ചു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി തീരുമാനം. ഇരുന്നിടത്ത് നിന്ന് അപ്പന്റെ അടുക്കലേക്ക് പോയി. അതൊരു തീരുമാനമാണ്. അവൻ തീരുമാനമെടുത്ത്, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലോട്ട് പോകും. പന്നിയെ തീറ്റി ഇവിടെ ഞാൻ കടക്കത്തില്ല. എൻ്റെ അടുത്ത ലെവലിലേക്ക്, എൻ്റെ അപ്പന്റെ അടുക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. ഒരു പുതിയ തീരുമാനം. എന്നിട്ട് എന്ത് ചെയ്തു? ആമേൻ. അപ്പന്റെ അടുക്കൽ ചെന്നു. അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. 20-ാം വാക്യം. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ ദാസന്മാരോട് പറഞ്ഞ കേട്ടോ, മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവരെ ധരിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ എന്തുവാ? എടാ ആഗ്രഹിച്ചത് പന്നിക്ക് കൊടുക്കുന്ന വാളവരെ തിന്നാനാ. പിന്നെ ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചതോ എടാ മേൽത്തരമായ അങ്കി. മാമേ ആമേൻ പറഞ്ഞോ? ഇതിലേക്ക് ആമേൻ പറഞ്ഞോ? നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറിയ കാര്യം ചോദിച്ചെങ്കിൽ നിന്റെ അപ്പൻ നിനക്ക് തരാൻ പോകുന്നത് മേൽത്തരമായ അങ്കി. കണ്ടോ? അവന്റെ കൈക്ക് മോതിരം ഇടും. ഇപ്പൊ മോതിരമൊന്നും ഇല്ലായിരുന്നു. ചെല്ലുമ്പോ കൈക്ക് മോതിരമൊന്നും ഇല്ലായിരുന്നു. മോതിരമല്ല, ആമ്പിള്ളാർ ഊരി പണയം വെച്ച് ലാസ്റ്റ് മോതിരം വരെ ഊരി പണയം വെച്ചിട്ടാ വന്നേ. കയ്യിൽ വിരളിനകത്തിടാൻ ഒരു മോതിരം പോലും ഇല്ല. പക്ഷെ പറയാ, ഇവന്റെ കൈക്ക് മോതിരവും കാലിൽ ചെരുപ്പും ഇടിയിച്ചു എന്ന് പറയാൻ അർത്ഥം എന്താ? അവിടെ പറഞ്ഞ രണ്ട് കാര്യം. മോതിരം വികാരത്തെ കാണിക്കുന്നു, ചെരുപ്പ് സമാധാനത്തിനായിട്ടുള്ള സുവിശേഷം. അപ്പൊ പറയാ, നഷ്ടപ്പെട്ടു പോയ അപ്പന്റെ അധികാരത്തിലേക്ക്, മകന്റെ അധികാരത്തിലേക്ക്, അതോറിറ്റിയിലേക്ക് ദൈവം അവനെ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ കുഞ്ഞേ, നിന്റെ ശുശ്രൂഷയുടെ ലെവലിലേക്ക് തമ്പുരാൻ ഒരു അധികാരത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോവാ. ഇതൊരു ദൂതാ കേട്ടോ, ദൂതാണ് കേട്ടോ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറപ്പിൻ തിന്ന് ആനന്ദിക്കാം. അമ്മാവേ ആ വചനം കേട്ടോ. തടിപ്പിച്ച 23-ാമത്തെ വാക്യം. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറപ്പിൻ. പന്നിക്ക് കൊടുക്കുന്ന വാളവരെ തിന്നാൻ നിന്ന പുള്ളിയാ. തടിപ്പിച്ച നല്ല കൊഴുത്ത നല്ല സ്വത്രം കാളക്കുട്ടിയെ അറത്ത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ആ ഒരു ദൂത് കേൾക്കുമ്പോൾ എൻ്റെ ആ ഉള്ളം, നമ്മുടെ അപ്പൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യമല്ല. നമ്മളെപ്പോഴും ചെറുതിൽ പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെറുതായി പോകുന്നത്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന വലിയ കാര്യമാണ്. ഈ
എലിസബത്ത് അമ്മാമ്മയുടെ മ്യൂട്ട് ഒന്ന് മാറ്റി. മാറ്റിക്കോ, അവിടെ ശബ്ദം ഉണ്ടായാലും കുഴപ്പമില്ല. ശബ്ദമൊന്നും ഇല്ല. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ആ മറച്ചു വെച്ചത് ദൈവം ഈ ആണ്ടിൽ, ഈ ആഴ്ചകളിൽ ദൈവം അതിനെ ഓപ്പണാക്കി പുറത്തു കൊണ്ടുവരാൻ വൈഷ്മനാദി ലാബ്രാറ്റാഹ സിയാർത്ഥന വൈഷപ്പടയാ. പെൺതലമുറയുണ്ടോ? പെൺതലമുറ മാമയ്ക്ക് പെൺതലമുറയുണ്ടോ? ഉണ്ട്. 3 പെണ്ണും ഒരാണും 4 മക്കളുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പെൺതലമുറയ്ക്ക് വേണ്ടി കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി വേഗത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ്. ദൈവം അങ്ങനെ ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ പോവാ. ചില ക്രമീകരണങ്ങൾ തമ്പുരാൻ ചെയ്യാൻ പോവാ കേട്ടോ. ചില ക്രമീകരണങ്ങൾ എന്നോട് അങ്ങനെയാ ദൂത് പറയുന്നു. ഇന്ന് രാവിലെ അമ്മാമ്മ ദൈവസന്നിധിയിൽ കരഞ്ഞ ഒരു നിലവിളിച്ചൊരു പ്രാർത്ഥനയുടെ മറുപടി, വിശേഷാൽ ആ തലമുറയോടുള്ള ബന്ധത്തിൽ അമ്മാമ്മ രാവിലെ 7-7:30 ഈ ടൈമിൽ കരഞ്ഞ ചില വെല്ലുവിളി, ആ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് മനസ്സ് തകർന്ന് ദൈവത്തോട് ചോദിച്ചതിന് ചില ആൻസർ ദൈവം ഈ ആഴ്ചകളിൽ, ഈ ദിവസങ്ങളിൽ കർത്താവ് അതിന്റെ മേലൊരു പ്രവൃത്തി ചെയ്ത് മാനിക്കും കേട്ടോ. നിൽക്കുന്നേന്നോ, ഇന്ത്യയിലാണോ, കേരളത്തിലാണോ, അമേരിക്കയിലാണോ, ഡൽഹിയിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ 3 പെൺപിള്ളേർ ഇവിടെ ഉണ്ട് പാസ്റ്റർ. അവർക്ക് രണ്ടാമത്തെ എന്റെ മക്കള് 2 പേര് രക്ഷിക്കപ്പെട്ടവർ, മറ്റൊരു രക്ഷിക്കപ്പെട്ടവരല്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. അവർക്ക് അതില് എല്ലാവർക്കും ഒന്നും വരാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ ഇങ്ങനെ അപ്പനിൽ നിന്ന് അവര് ഒരു ഇച്ചിരി ഒന്ന് മ്യൂട്ടായിരിക്കുക. അപ്പൊ ഞാൻ എനിക്ക് അതാണ് ഇന്ന് ദൂത് പരിശുദ്ധാത്മാവ് തന്നത്. അത് എന്നോടാണ് സംസാരിച്ചു ദൈവാത്മാവ്. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂതാണ് അമ്മാമേ. അമ്മാമ രാവിലെ 7:30 മുതൽ ഒരു 8 മണി വരെയുള്ള സമയത്ത് മനസ്സ് തകർന്ന് രാവിലെ ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ഒത്തിരി കരഞ്ഞു ദൈവത്തോട് കേട്ടോ. മനസ്സൊത്തിരി പൊട്ടി. ദൈവം എന്നോട് അത് സംസാരിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ കേട്ടോ. അതിനൊരു ഭയങ്കര മറുപടി ഈ ആണ്ടുകൾ, ഈ മാസങ്ങളിൽ ദൈവം ചില സന്ദർശനങ്ങൾ വീട്ടിനകത്ത് അയക്കും. തലമുറകളെ ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവരും. അവരെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ വചനം അതിനൊരു വിടുതലായിരിക്കും കേട്ടോ. മാതൃജ ഒരുമിച്ച് രാമയം പറഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. മാതൃജാനോട് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവം തകർച്ചകളെ മാറ്റും. സങ്കടത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എനിക്കറിയത്തില്ല അച്ഛനെ, പക്ഷെ ആത്മാവ് എന്നോട് പറയുന്നു പുറമെ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒത്തിരി അധ്വാനിച്ച തലങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. കഷ്ടപ്പെട്ട ഒത്തിരി വില കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് വിലയില്ലാത്തവനെ പോലെ ആക്കി തീർക്കാൻ ശത്രു പദ്ധതി ഒരുക്കിയാൽ വില തരുന്നൊരു ദൈവം ഉണ്ടെന്ന് പറയാൻ ആത്മാവ് എന്നോട് പറയുന്നു. സങ്കടപ്പെടേണ്ട, അച്ഛന് വേണ്ടി ഇറങ്ങി ദൈവം പ്രവർത്തിക്കും. കർത്താവ് കൈവിടത്തില്ല. സ്തോത്രം. അച്ഛന് ദൈവം എന്നോട് പറഞ്ഞ ദൂതാണ്. സ്തോത്രം. ഈ ദൂത് പരിശുദ്ധാത്മാവ് കൃത്യമായി എന്നോട് ദൂതായി പറയുന്നു. പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ ചലിക്കും. പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ പ്രവർത്തിക്കും. ഞാൻ ആത്മനിറവിൽ ആ ദൂത് കൈമാറുന്നു. വചനത്തിൻ്റെ ദൂതാണ്. സ്തോത്രം. റിബാന ശന്തര ജഗൽ കമനയാദിയാല അർത്ഥനാദി ബന്ധരം വേദി പ്രൗഷ്മനാദി അധുരഘടകൽ കസിയാർത്ഥന വൈഷപ്പടയാദി. വചനം ഇങ്ങനെ പറയുന്നു. കോടാലി കൊണ്ട് വിശാലത ആഗ്രഹിച്ചവർ കടന്നുപോയി. പക്ഷേ
മരം മുറിച്ച് പാതിയായപ്പോൾ വചനം പറയാണ്, കൊടാലി ഊരി വെള്ളത്തിലേക്ക് പോയി. അതൊരു വലിയ നഷ്ടമാണ്. നഷ്ടം. ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് മടക്കി ദൈവം തരും. അത് പറയാൻ ദൈവം എന്നോട് ദൂത് പറയുന്നു. തൻ്റെ ജീവിതത്തിനകത്ത് മനസ്സിങ്ങനെ അകം പിടയുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പുറമെ ഇങ്ങനെ എല്ലാവരോടും സന്തോഷിച്ചിരിക്കെങ്കിലും ഉള്ളു ഒത്തിരി നീറുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യാതെ, ഒരു മനുഷ്യനോടും കൈമാറാതെ ദൈവത്തിങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്ന ചില ഭാരം, ആ ഭാരം ഇറക്കി വെക്കാൻ സമയമായി. അതിനകത്തൊരു ദൈവപ്രവർത്തികൾ കർത്താവ് ചെയ്ത് മാനിക്കുക മാത്രമല്ല, ദൈവ ചില വിടുതലുകൾ അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് തരും. ഒരുമിച്ച് രാമേ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? മനസ്സിലായോ അച്ഛാ? മ്യൂട്ടയിലൊരു കുത്തുകുത്തി അത് വീഡിയോ ആയിപ്പോയി. സ്വോത്രം. അത് നമ്മൾ പഠിപ്പിക്കും. അപ്പച്ചനെ അത് പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ഒരു മൈക്കിന്റെ പടമുള്ളൊരു സാധനം ഇരിക്കുന്നുണ്ടോ, അതിലൂടെ കുത്തുകുത്ത്. ആ വീഡിയോ ഇപ്പൊ കുത്തിയതിന്റെ ഇപ്പുറത്ത് വല സൈഡില് നമ്മൾ പഠിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ. ഞങ്ങളെ ഗൂഗിൾ മീറ്റിൽ എത്ര പേരെ ഇത് പഠിപ്പാ. അതല്ല, അതിന്റെ ഇപ്പുറത്തൊന്നുമുണ്ട്. അത് തന്നെ. കണ്ടോ പഠിച്ചത്? എക്സ്പീരിയൻസ് ഒന്നും കുറവാണ്. ഞാൻ എനിക്ക് പക്ഷേ ഈ എതിർ പ്രാർത്ഥനക്കാരുണ്ട്. എതിർ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ പറഞ്ഞേ, എന്റെ ജീവിതത്തിന് നേരെ പടപൊരുതുന്ന മേഖലകളെ കർത്താവ് പൊട്ടിക്കും. ഞാൻ ഒത്തിരി ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ മറുപടി ദൈവം തരും. ആ മ്യൂട്ട് മാറ്റി വെച്ചു. ആ ഞെക്കി തന്നെ ഞെട്ടിക്കും. സ്തോത്രം. അപ്പൊ അത് ഞങ്ങൾ പഠിപ്പിച്ചു. കണ്ടോ, ഇതിലേഖ സിസ്റ്റർ കണ്ടോ, അതും പഠിപ്പിച്ചു. കർത്താവ് അത്ഭുതം. അപ്പൊ ദൈവം മഹത്വം വെളിപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയപ്പെടേണ്ട. ആനന്ദിക്കത്തക്ക നിലവാരത്തിൽ സന്തോഷിക്കത്തക്ക നിലവാരത്തിൽ ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ട ആവശ്യമായി എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതീക്ഷ മൊത്തം പോയി മരിച്ച വിഷയത്തെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒരു രാമയും പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതിരിക്കുമ്പോ ഭാരപ്പെടേണ്ട. ശ്രേഷ്ഠമേറിയത് ദൈവം നമുക്ക് തരും. മേ ഗോഡ് ബ്ലെസ് യു. സിസ്റ്ററോടുള്ള ഭേദ്യമായ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. ഞങ്ങളുടെ നടുവിൽ നിന്ന് ശുശ്രൂഷയാണ്. പാസ്റ്റർ പത്തനംതിട്ട ശുശ്രൂഷ ഉണ്ടായിരുന്നത് ക്യാൻസൽ ചെയ്താണ് പാസ്റ്റർ നമ്മുടെ അടുത്ത് വന്നത്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ കർത്താവ് നമുക്ക് തരാൻ പോകുന്നത് അതിശ്രേഷ്ഠമായ ഒന്നാണ്. അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം കർത്താവിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുന്നേ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.